വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. കർത്താവ് പറയുന്നത് എന്ത് തന്നെയായിരുന്നാലും മറുചോദ്യമില്ലാതെ പൂർണ്ണമായി അനുസരിക്കുക. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായിരിക്കാം കർത്താവ് പറയുന്നത്, എങ്കിൽ തന്നെയും കർത്താവ് പറയുന്നത് പൂർണ്ണമായി അനുസരിക്കണം. ദൈവം പറഞ്ഞത് പൂർണ്ണമായി അനുസരിച്ചതിൻ്റെ ഫലമായിരുന്നു യെരിഹോ കോട്ടയുടെ പതനം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആണ് ഈ സംഭവം വായിക്കുന്നത്. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, 6 ദിവസം യെരിഹോ കോട്ടയെ 1 തവണ വീതം ചുറ്റണം. 7-ാം ദിവസം 7 തവണ ചുറ്റിയതിനു ശേഷം കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ ആർക്കുകയും വേണം. മതിൽ ചുറ്റുമ്പോൾ നിങ്ങളാരും ഒന്നും മിണ്ടുവാൻ പാടില്ല. നിങ്ങൾ ആർക്കുമ്പോൾ യെരിഹോ കോട്ട വീഴും. ബുദ്ധിക്ക് നിരക്കാത്ത സംഗതിയാ ദൈവം പറഞ്ഞത്. എങ്കിലും അവർ പൂർണ്ണമായി അനുസരിച്ചു. 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. അത്ഭുതം നടക്കണമെങ്കിൽ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കണം. കനാവിലെ വിവാഹ വീട്ടിൽ യേശുവിൻ്റെ വാക്ക് പൂർണ്ണമായി അനുസരിച്ചപ്പോൾ ആണ് പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായത്. യോഹന്നാൻ 2:1 മുതൽ ഉള്ള വാക്യങ്ങൾ. കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു. ഭവനത്തിലുണ്ടായ പ്രതിസന്ധി മനസ്സിലാക്കിയ യേശുവിൻ്റെ അമ്മ മറിയ ഈ വിവരം യേശുവിനെ അറിയിച്ചു. യേശുവിൻ്റെ മറുപടി, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? യേശുവിൻ്റെ ഈ മറുപടിക്ക് അമ്മ ചെവി കൊടുത്തില്ല. അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, യേശു എന്ത് കൽപ്പിച്ചാലും അതുപോലെ ചെയ്യണം. യോഹന്നാൻ 2:5. ഇവിടെ മറിയ മകൻ്റെ മേലുള്ള അധികാരം ഉപയോഗിക്കാതെ യേശുവിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. തൻ്റെ മകൻ ഉചിതമായ വിധത്തിൽ തന്നെ പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ മക്കളെക്കുറിച്ച് ഈ ഒരു വിശ്വാസം മാതാപിതാക്കന്മാരായി നമുക്കുണ്ടോ? പലപ്പോഴും നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി യേശുവിനെ നിയന്ത്രിക്കുവാൻ നാം ശ്രമിച്ചിട്ടില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു തരുന്നവനാണ് യേശു എന്നാ ചിലർ പറയുന്നത്. ഞാൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പള്ളിക്കും പട്ടക്കാരനും വേണ്ടതെല്ലാം എത്തിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ യേശു നടത്തി തരുന്നില്ല? ഇങ്ങനെയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. ചിലർ പ്രാർത്ഥിക്കുന്നത്, നീ അത് ചെയ്യണം, രോഗസൗഖ്യം നൽകണം, ജോലി നേടിക്കൊടുക്കണം എന്നിങ്ങനെ അധികാരത്തോടെയാണ് യേശുവിനോട് പ്രാർത്ഥിച്ചു പറയുന്നത്. അതായത് യേശുവിനോട് ആജ്ഞാപിക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനെ തനിയെ വിളിച്ചു. അമ്മയ്ക്കറിയാം യേശു ചെയ്തു തരും എന്ന്. അതുകൊണ്ട് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, യേശു എന്ത് പറഞ്ഞാലും അനുസരിക്കണം. കല്യാണ വീട്ടിലെ ശുശ്രൂഷക്കാർ മറിയ പറഞ്ഞതുപോലെ യേശുവിനെ അനുസരിച്ചു. യേശു പറഞ്ഞു, കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. അവർ വക്കോളം നിറച്ചു. യേശുവിൻ്റെ പറഞ്ഞു, കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുക. അവർക്കറിയാം കൽപ്പാത്രങ്ങളിൽ ഞങ്ങൾ നിറച്ചത് പച്ചവെള്ളം മാത്രമാണ്, അത് കൊടുത്താൽ പ്രതികരണം മോശമായിരിക്കും എന്ന് അവർക്കറിയാം. എങ്കിലും അനുസരിച്ചു. അവരുടെ അനുസരണം 3 സംഭവങ്ങൾക്ക് വഴിയൊരുക്കി. ഒന്ന്, അവരുടെ അനുസരണം വിവാഹവിരുന്നിലുണ്ടായ മോശമാകാമായിരുന്ന സാഹചര്യത്തെ മാറ്റി അതിന് പരിഹാരം ഉണ്ടാക്കി. കൽപ്പാത്രങ്ങളിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുവാനാണ് യേശു പറഞ്ഞത്. അത് കിണറ്റിലെ വെള്ളം വെച്ചവെള്ളം മാത്രമാണ് എന്ന് അവർക്കറിയാമായിരുന്നിട്ടും ചോദ്യം ചെയ്യാതെ യേശുവിനെ അനുസരിച്ചു. അവരൊഴിച്ചു കൊടുത്തത് പച്ചവെള്ളം. വിരുന്നുവാടി ഇരിച്ചപ്പോൾ മേൽത്തരം വീഞ്ഞ്. 2:9-10 വാക്യങ്ങൾ. വിവാഹവിരുന്നിൽ ഉണ്ടാകാവുന്ന വീഞ്ഞിൻ്റെ കുറവ് കുടുംബത്തിന് മാനഹാനി വരുത്തുമായിരുന്നു. എന്നാൽ ശുശ്രൂഷകർ യേശുവിൻ്റെ വാക്ക് അനുസരിച്ചതിനാൽ വിരുന്ന് വീട്ടിലും വിരുന്നുകാരിലും ഒരുപോലെ സന്തോഷം ഉണ്ടായി. ഓർക്കുക, കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അത്ഭുതം നടക്കുന്നത്. 2, അവരുടെ അനുസരണം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. 2:11 വാക്യം. അവിടെ പറയുന്നത്, ഈ പ്രവൃത്തിയിൽ കൂടി യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നാണ്.
കർത്താവിനെ അനുസരിക്കുന്ന ഇടങ്ങളിലാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ഇന്ന് ജാതികളുടെ മുമ്പിൽ ദൈവനാമം മഹത്വപ്പെടാതെ ദുഷിക്കപ്പെടുന്നുവെങ്കിൽ അതിന് കാരണം നമ്മുടെ അനുസരണക്കേട് തന്നെയാണ്. 3, അനുസരണം വിശ്വാസത്തിലേക്ക് നടത്തുന്നു. 2:11 പറയുന്ന ശിഷ്യന്മാർ യേശു വിശ്വസിച്ചുവെന്നാണ്. യേശുവിനെ അനുസരിക്കുന്നതിൽ കൂടി നമ്മിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നമ്മെ കാണുന്നവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും, വിശ്വാസത്തെ ഉറപ്പിക്കും, മറ്റുള്ള ക്രിസ്തുവിലേക്ക് വരുന്നതിന് നമ്മുടെ അനുസരണം കാരണമാകും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, എന്തായിരുന്നാലും സംശയിക്കാതെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ നാം ചിന്തിക്കുന്നതിനപ്പുറമായ അത്ഭുതങ്ങൾ അവിടെ നടക്കും. കർത്താവേ, നീ പറയുന്നതെല്ലാം ചോദ്യം ചെയ്യാതെ പൂർണ്ണമായി അനുസരിപ്പാൻ എന്നെ തന്നെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആമേൻ.